കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. സ്ഥലം മേടിച്ചു, ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. കല്ലിട്ട് അവിടെ പണി തുടങ്ങി, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കാനാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞങ്ങൾ അന്വേഷിച്ചു, നമ്മളോട് അന്വേഷിച്ചപ്പോൾ അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായത് 1 മാസമായി സ്ഥലം നിരപ്പാക്കിയതൊഴിച്ചാൽ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയും അവിടെ ആരംഭിച്ചിട്ടില്ല. വീടുകളുടെ നിർമ്മാണ അനുമതിക്ക് വേണ്ടിയുള്ള ഒരു രേഖയും സമർപ്പിച്ചിട്ടില്ലെന്നും ഇതിനായി തങ്ങളെ ആരും ബന്ധപ്പെട്ടില്ലെന്നാണ് മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ കല്ലിടണമെങ്കിൽ പ്ലാൻ വേണമെങ്കിൽ അതിനുള്ള അനുമതി വേണം. അനുമതി നൽകേണ്ടത് പഞ്ചായത്താണ്. അനുമതിക്ക് വേണ്ടി തങ്ങളെ സമീപിച്ചിട്ടില്ല എന്നാണ് മേപ്പാടി പഞ്ചായത്തിന്റെ പ്രതിനിധികൾ പറയുന്നതെന്നാണ് ദീപക് മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. അരുൺകുമാർ, 1 മാസവും 3 ദിവസവുമായി കോൺഗ്രസിന്റെ ഭൂമി, അതായത് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് മേപ്പാടി കുന്നമ്പറ്റയിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ആ സ്ഥലത്തെ ഭൂമി ഏറ്റെടുത്തിട്ട് അതിന്റെ ഉദ്ഘാടന പ്രവൃത്തി കഴിഞ്ഞ് 1 മാസവും 3 ദിവസമായി. ഞങ്ങൾ നിൽക്കുന്ന ആ സ്ഥലം, ആ ദൃശ്യങ്ങളാണ് തെളിവ്. അരുൺകുമാർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങളിലൂടെ നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാണാം, അതായത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു, വീടുകളുടെ പണി തുടങ്ങി എന്ന് പറയുന്ന സ്ഥലമാണിത്. ഏകദേശം 1 മാസമായി ഇങ്ങനെ തന്നെയാണ് ഈ ഭൂമിയുടെ കിടപ്പ്. അതായത് ഇന്നലെ രാത്രി 8:30 വരെ മേപ്പാടി പഞ്ചായത്തിലെ സെക്രട്ടറിയോടോ അല്ലെങ്കിൽ മേപ്പാടി പഞ്ചായത്ത് അധികൃതരോടോ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള അനുമതിക്കോ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള അനുമതിക്കായിട്ടോ സമീപിച്ചിട്ടില്ല എന്നാണ് മേപ്പാടി പഞ്ചായത്ത് അധികൃതർ ഇന്നലെ രാത്രി വരെ നമ്മളോട് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ഇവരെ സമീപിച്ചിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തൊട്ടടുത്തുള്ള ഈ മരങ്ങളൊക്കെ അന്ന്, അതായത് ഈ ഭൂമി വാങ്ങിയ സമയത്ത് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനത്തിന് മുൻപ് ഈ ഭൂമിയിലെ കാപ്പിച്ചെടികളും മറ്റു മരങ്ങളുമൊക്കെ പിഴുതുമാറ്റി ഭൂമി നിരപ്പാക്കിയത് മാത്രം ഒഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തി ഇവിടെ തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാകുന്നത്. ഇല്ല, അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. അവിടെ പണി തുടങ്ങി, കഴിഞ്ഞ ദിവസം തുടങ്ങി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. இதுக்கே பயந்தா எப்படி? இனிதான் ஆரம்பம்.